കോവയ്ക്കാട മൂട, അതായത് വള്ളി കണ്ടില്ല. ഷുഗർ കൺട്രോളിനൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിനൊരു ഇരട്ടപ്പേരുണ്ട്. ഇതാണ് ഇവരുടെ സംരക്ഷകൻ. എന്തുണ്ടെങ്കിലും അയാൾ വന്ന് മറ്റു കീടങ്ങളെയൊക്കെ ഒട്ടിച്ചു നാക്കടെ തലയിൽ വീഴുമെന്നൊക്കെയാണ് പറയുന്നത്. അത് ഇപ്പം ഉണങ്ങുമ്പോൾ ആര് മൂടി ചെന്നാലും വീഴും. ഹലോ, നമസ്കാരം. ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ട്. അത് ഒന്ന് നിങ്ങളിൽ കൂടി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിലെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ തുടങ്ങിയതാണ്. പയറും ഇതെല്ലാം ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ തോട്ടത്തിലൊരു വാളരിപ്പയറാണ്. ഇത് വെക്കുന്നതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഈ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് ചട്ടിയിൽ വെച്ചേക്കുക. പിന്നെ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ എന്താണ്ടാണ് ഉറുമ്പ്. ഇതാണ് ഇവരുടെ സംരക്ഷകൻ. എന്തുണ്ടെങ്കിലും അയാൾ വന്ന് മറ്റു കീടങ്ങളെയൊക്കെ ഒട്ടിച്ചോളും. അപ്പോൾ ഇതൊക്കെ ഇത് വീട്ടിലൊക്കെ വെച്ച് വലിയ പരിചരണമൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ ചൂട് സമയത്ത് ഈ തക്കാളിയൊക്കെ വളർത്തിയെടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മുടെ വീട്ടാവശ്യമൊക്കെ നടക്കും. ചൂട് സമയമായതുകൊണ്ടേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. ഇച്ചിരി നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണമെന്നുള്ളൂ. ഇത് നമ്മുടെ സാധാ പച്ച ചീര, നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന വിത്താ. അത് മണ്ണൊന്ന് ഇളക്കി മറക്കി ഇട്ടിട്ട് ശകലം ഒരു ചാണാപ്പൊടി ഉണ്ടായിരുന്നു, അതും ഇട്ട് നമ്മൾ വിത്ത് വാരി ഇട്ടതാണ് ഇതെല്ലാം. പിന്നെ ദിവസേന വെള്ളം ഒഴിക്കും, അല്ലാതെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. നല്ല വൃത്തിയായിട്ട് കണ്ടല്ലോ കിളിച്ച് ചെയ്യുന്നുണ്ടല്ലോ എല്ലാം. അത് അടിപൊളിയായിട്ട്. ഇത് നമ്മളൊരു തൈ മേടിച്ച് വെച്ചാൽ മുരിങ്ങയുടെ തൈയാണ്. പക്ഷേ ഏതാണ്ട് ഒരു കൊല്ലം ആയപ്പോഴത്തെ കായ്ച്ച് നമ്മൾ ഈ 2-3 ഒക്കെ അതിൻ്റെ അകത്ത് നിന്ന് പിച്ചിയെടുക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ പിച്ചിയെടുക്കാൻ കിട്ടും. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. ഞാനൊരു കറങ്ങി നടന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരനൊരു തുണ്ട് തന്നതാണ്. അത് കൊണ്ടുവച്ച് താണ്ട് ഇഷ്ടം പോലെ. ഇത് കണ്ണ് തെളിയാനൊക്കെ നല്ല ഒരു ചീര എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ കോവയ്ക്കാട മൂട, അതായത് വള്ളി കണ്ടില്ലേ. ഇത് ഏതാണ്ട് 4 കൊല്ലമായി ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് പിച്ചിയെടുക്കുന്നത്. അതായത് ഇഷ്ടംപോലെ വീഴും. നമുക്ക് ഒന്നരാടമൊക്കെ പിച്ചിയെടുക്കാനുള്ള വക കിട്ടും. ഇഷ്ടംപോലെ വീഴുന്നത്. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പോലും നമുക്ക് പിച്ചിയെടുക്കാം. പിന്നെ ആരെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ വീഴുന്നൊരു വസ്തുവാണ്. അതിനൊക്കെ വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ വേസ്റ്റ് പോകുന്ന സാധനങ്ങളും ഒക്കെ കൊണ്ട് ഒഴിച്ച് അങ്ങോട്ട് അതിൻ്റെ മൂട്ടിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 കിലോ ഒക്കെ ചില സമയത്ത് കിട്ടാറുണ്ട്. വലിയ സൈസാണ്. ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തോരനോ മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാം. ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനും ഒക്കെ നമുക്ക് കിട്ടും. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ തട്ട് അടിച്ച് ഇങ്ങനെ ഇട്ടേക്കുക. പിന്നെ ഇത് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരെണ്ണം പിച്ചി സാധാരണ കഴിക്കും. നമ്മളിതിൻ്റെ അകത്തുമൊക്കെ വെള്ളം ഒഴിച്ച് കഴുകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കീടമൊന്നുമില്ലാണ്ട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സലാഡിനുമൊക്കെ അരിഞ്ഞ് ഉപയോഗിക്കാം. ഷുഗർ കൺട്രോളിനൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ 1-2 പിച്ചി തിന്നും. പിന്നെ ഇത് വള്ളിച്ചീര. പിന്നെ ഇതിനൊരു ഇരട്ടപ്പേരുണ്ട്, വഷളം ചീര എന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ അരിയൊക്കെ വീണാണ് ഇങ്ങനെ കിളിക്കുന്നത്. ഇതിങ്ങനെ ഒരു പ്രത്യേക സൈസ് ചീര, വള്ളിച്ചീര. പിന്നെ നമ്മളിപ്പം കുറേയൊക്കെ ഈ കത്തിരിക്ക പിച്ചി മാറ്റിയതേ ഉള്ളൂ. ഇപ്പം പിന്നെ വീണ്ടും കുറേ തൈകളൊക്കെ വെച്ച് എല്ലാം കിളിച്ച് റെഡിയായി വരുന്നുണ്ട്. നല്ല പച്ചപ്പായിട്ട് വരുന്നു, കുഴപ്പമില്ല. ഇത് നമ്മുടെ ചായാമിൻസ എന്നാ പറയുന്നത്. പിന്നെ കപ്പച്ചീര എന്നും പറയും. ഇതും നമ്മൾ നട്ട് വളർത്താൻ വേണ്ടി വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ ചീഞ്ഞ് കുത്തുന്നതാണെങ്കിൽ ഒരു 2-3 ഒരടി കമ്പ് വെച്ച് അങ്ങ് കുത്തി വെച്ചാൽ മതി, അങ്ങ് കിളിച്ചോളും. അതിൽ നല്ല ഔഷധമാണ്. ഇത് ഒട്ടേറെ ദേശത്തൊന്നും ഇല്ല. എന്നാലും ഇതിൻ്റെ കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ് ഇത് വളർത്തിയെടുക്കാനായിട്ട്. ഇത് ചീഞ്ഞ് പോലെ തന്നെ ഇങ്ങനെ നിൽക്കുക. നമ്മുടെ കറിവേപ്പില ഇത് മൊത്തം അങ്ങ് പോയി കിടന്നതാണ്. അത് വെട്ടി ശീലങ്ങളൊക്കെ വെട്ടി കുറച്ചപ്പോഴത്തേക്ക് നല്ല വെള്ളവും തണുത്ത വെള്ളം ഒഴിച്ചെടുത്തപ്പോഴത്തേക്ക് കണ്ടില്ല, നല്ല പുറ്റുപോലെ വിളിച്ചു വന്നു. നമ്മൾ ഈ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും അത് നേലോണം പിന്നെ ഈ കയറ്റി ഒടിച്ചെടുക്കണം, അല്ലാതെ ഈ അറ്റം പിച്ചി കഴിഞ്ഞാൽ അത് കിളിക്കത്തില്ല. ഇതിപ്പോൾ നല്ല തിക്കായ നല്ല വെള്ളവും വേണം. അതുകൊണ്ട് ഇത് നമ്മുടെ ശീമച്ചക്കയാണ്. പലയിടത്തും പല പേരൊക്കെ പറയും. ഇത് നമുക്ക് യഥാഇഷ്ടം അവരവരുടെ കാര്യങ്ങൾക്കൊക്കെ ചെയ്ത് കഴിക്കാവുന്നതാണ്. തോരനോ പിന്നെ അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയോ കുതപ്പിച്ചോ ഒക്കെ എടുക്കാം. ഇതിന് പിന്നെ ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ മരം എല്ലാവർക്കും പേടിയാണ്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കടം കയറുമെന്നും
പിന്നെ വെക്കുന്നാക്കടെ തലയിൽ വീഴുമെന്നൊക്കെയാണ് പറയുന്നത്. അത് കണ്ട് ഇപ്പം ഉണങ്ങുമ്പോൾ ആരെ മൂട്ടി ചെന്നാലും വീഴുമല്ലോ. അപ്പം അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് ഒരു തൈ മേടിച്ച് വെച്ചതാ. ഇത് എപ്പോഴും ഇല്ല, സീസൺ പോലെ അത് ഒത്തിരി വീഴും. അതുകൊണ്ട് ഈ കാണുന്നത് കൊഴുപ്പൻ ചീര. കൊഴുപ്പൻ ചീര, സാമ്പാർ ചീര എന്നൊക്കെ പറയും. പലതും പല രീതിയിൽ പറയും. ഇത് ഒരു തുണ്ട് മതി. നമ്മൾ ഒടിച്ച് ഏതെങ്കിലും ചട്ടിയിൽ 2-3 ചട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടി ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല മട്ടൺ സൂപ്പ് പോലുള്ള നല്ല കൊഴുപ്പുള്ള ഒരു ഐറ്റംസ് സാമ്പാറിനൊക്കെ ഇടാം. ഇത് നമ്മുടെ അകത്തിച്ചീര, നല്ല ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ മർമ്മപ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂടൊക്കെ വരുമ്പോൾ പൊട്ടലിന് നല്ലൊരു ഔഷധമാണ്. പിന്നെ ഇതിൻ്റെ പൂവും ഇതിൻ്റെ കായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന, ഇലയും എല്ലാം. കാരണം ഇത് മേളിലോട്ട് വിടാതെ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നമുക്ക് പിച്ചെടുക്കാം. ഇതൊരു തൈ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ എല്ലാം തന്നെ ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ചീരയുടെ കാര്യം വിട്ടുപോയി. അതായത് വേലിച്ചീര എന്ന് പറയും. പഴയ കാലത്ത് ഈ മറവിന് വേണ്ടിയൊക്കെ വെച്ചാൽ, പക്ഷേ നല്ലൊരു ചീര കണ്ടില്ലേ. ഇതാണ് വേലിച്ചീര. ഇത് പറഞ്ഞ കണക്ക് വേലിച്ചീര എന്ന് പറഞ്ഞാൽ ഒടിച്ച് അങ്ങോട്ട് കുത്തി വെച്ച് കൊടുത്താൽ മതി. ഓരോ ചീരയ്ക്കും ഓരോ ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമ്മളാരും ഇതൊന്നും അറിയാത്തതുണ്ട്. ഇവിടെ ഇപ്പം 3-4-5 സൈസ് ഇത് കണക്കുള്ള ചീരകളുണ്ട്. അതുകൊണ്ട് ഇത് കാന്താരിയാണ്. ഇതിൽ നിന്ന് ഒരുപാട് നമ്മൾ പിച്ച് ചെയ്തതാണ്. ഒരു 2 കിലോയോളം പിച്ച് ഓരോ കടകളിൽ കൊടുത്ത്, എന്നിട്ടും അത് കിളിച്ച് വരുന്നുണ്ട്. കാന്താരി നമ്മുടെ ചമ്മന്തി അരയ്ക്കാനും നമുക്ക് ആവശ്യത്തിനുമൊക്കെ കിട്ടും. ഇതെല്ലാം ചെയ്ത് നമുക്ക് എടുക്കാവുന്നതെന്ന് ഞങ്ങൾ തെളിയിച്ചതാണ്. നമ്മളൊന്നും ഇവിടെ ഒരു വകയില്ലാഞ്ഞതാണ്. ഒരു വലിയ മാവായിരുന്നു. നമ്മൾ വെട്ടിക്കളയേണ്ടെന്നാണ് കാര്യം. അത് വെട്ടി ഒതുക്കി ഇങ്ങനെ നിർത്തി കിളിച്ചുണ്ടനെ. നല്ല പച്ചമാങ്ങ ജ്യൂസൊക്കെ അടിക്കാൻ നല്ലതാണ്. നമുക്ക് ഒരെണ്ണമൊക്കെ പിച്ചെടുത്ത് ഒരു പച്ചമാങ്ങ ജ്യൂസൊക്കെ അടിച്ച് നമുക്ക് ഉഷാറാവാം. നല്ല കറയൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഈ ജ്യൂസ് അടിക്കാൻ. 1-2 പിച്ചെടുത്ത് അടിക്കാം. ഇത് നമ്മൾ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഇയാൾ ഈ പുഴു കിടന്നതിനാ നല്ല ജ്യൂസിന് നല്ലതാണ്. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത്. അപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ തുടങ്ങിയെങ്കിലും ഇപ്പം നമുക്കൊരു ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ഉന്മേഷമായി. അതിലേറെ നമുക്ക് നല്ല നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പച്ചക്കറി കിട്ടുന്നത് കൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആദ്യമേ നമുക്ക് സ്വല്പം ബുദ്ധിമുട്ട് വരുമെങ്കിലും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രസമാണ്. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഒരു രസമാണ്. പിന്നെ വീടിനും പരിസരവും ഒക്കെ കാണാനും ഒക്കെ നല്ല ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളാർക്ക് സമയമില്ല എന്നൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്നാലും നമ്മൾ സമയം കണ്ടെത്തി അത് വിനിയോഗിക്കും. അപ്പോൾ 2-3 ഘടകങ്ങളാണ് നമുക്ക് ഇതുകൊണ്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ബൈ.